ഫർവാന് സ്മൃതിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തുവാ? ഒരു പേടിയില്ലാതെ സംസാരിക്കും എവിടോ, ആരെയും പേടിയില്ലാതെ. അങ്ങനത്തെ പേടിച്ചാൽ എന്നെ പേടിച്ചാ അല്ലാതെ വേറെ ആരാ ഒരു പേടിയൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ റിലേഷൻ ആയതിനു ശേഷമാണോ സ്മൃതി വീഡിയോസ് ഇട്ട് തുടങ്ങിയത്, അതോ അതിന് മുന്നേ വീഡിയോസ് ചെയ്യുമായിരുന്നോ? ഞാൻ ഫസ്റ്റ് ടിക്ടോക്കിൽ വീഡിയോ ഇടുമായിരുന്നു. ടിക്ടോക്ക് ഉള്ള ടൈമിൽ ടിക്ടോക്കിൽ ഞാൻ നല്ല കൂതറ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു. ഐ മീൻ ഞാൻ മോളിന്റെ നടുക്ക് പോയി കിടന്നിട്ടുണ്ട്. ഈ വല്ലവരെയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറിക്കാന്നൊക്കെ പറഞ്ഞ് മതിൽ കയറിയിട്ട് അവരെ മാങ്ങ തേങ്ങ ഒന്നും പറിച്ചിട്ടില്ല, അല്ല പറിക്കാൻ പറ്റണ സാധനങ്ങള് അങ്ങനെ. പിന്നെ എൻ്റെ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ആ ടൈം ക്ലിക്ക് ആക്കിയിട്ടുണ്ട്. അരവണ കഴിക്കുന്നത് ഇങ്ങനെ മറ്റേ ചൈനക്കാരിങ്ങനെ ഷോ എന്ന് പറഞ്ഞിട്ട് കഴിക്കൂലേ, അങ്ങനത്തെ അതുപോലത്തെ ഒക്കെ വീഡിയോ ചെയ്തിട്ട് ആ ഒരു ടൈം ക്ലിക്ക് ആയിട്ടുണ്ട്. പിന്നെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കണം, അങ്ങനെ എന്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറും. ടിക്ടോക്കിൽ കയറി. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ല ഡീസെന്റ് ഫോട്ടോസും വീഡിയോസും മാത്രമേ ഇടോളായിരുന്നു. അപ്പോഴത്തേക്കും ടിക്ടോക്ക് അങ്ങ് ബാനായി പോയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരെയും പോലെ ഞാനും പാട്ടിന് ഡാൻസ് അങ്ങനെയൊക്കെ നമ്മൾ ലിറിക്സ് പാടിയൊക്കെ വീഡിയോ അങ്ങനെയൊക്കെ ഇടുകയായിരുന്നു. പക്ഷെ പിന്നെ ഒരു വീഡിയോ അങ്ങ് എങ്ങനെയോ ക്ലിക്കായി, എങ്ങനെയോ അത് കയറിയപ്പം പിന്നെ ആ റീച്ച് പോണ്ടാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൂതറ സ്വഭാവം അങ്ങ് വെളിയിലെടുത്ത്. ഓൾമോസ്റ്റ് എല്ലാരും പറയുന്നത് സ്മൃതി തീട്ട വീഡിയോസ് ഇടുന്നു എന്നാണ്. ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചില്ല, കുറച്ചായിട്ടില്ലാതൊന്നുമല്ല. എപ്പോഴും ഒരേ കണ്ടന്റ് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തിക്കൂടെന്ന് ചോദിച്ചോണ്ടൊന്നുമല്ല. ഇവൻ പറഞ്ഞ് ബേബിയൊക്കെ ആയില്ലേ, നമ്മൾ കുറച്ച് ഡീസന്റ് ആവണോന്ന് പറഞ്ഞു. അല്ലാതെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ തീട്ടക്കഥ എൻ്റെ ഉണ്ട്. പിന്നെ ഇപ്പൊ മനസ്സിലുള്ള ഒരു തീട്ടക്കഥ എന്തുവാ? തീട്ടക്കഥ ഒരിക്കൽ എന്റെ ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ ഈ തീട്ടക്കഥ കാരണം. അത് സ്കൂളിലല്ല, കുറച്ചും കൂടെ ഏവിയേഷന് പഠിക്കണ സമയത്ത് പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കും, ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ പഠിപ്പിക്കും. അപ്പം ആറ് വി ബ് ഇങ്ങനെയൊക്കെ ഓരോ അക്ഷരം ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ വീന ബ് ബ് എന്ന് പറയണം. അപ്പം ഞാൻ അടുത്തിരുന്ന കൊച്ചിൻ്റെ അടുത്ത് വളി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചിരിക്കാൻ തുടങ്ങി. വളി എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റണില്ല. അപ്പോഴും ക്ലാസ്സിലും കൂടെ അല്ലേ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നത്. ഞാൻ കക്കക്കാന്ന് ചിരിച്ചു. ടീച്ചർ പറഞ്ഞു ഇത്രയും ചിരിക്കുന്ന കോമഡി സ്മൃതി എൻ്റെ അടുത്ത് കൂടെ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത് ടീച്ചർ ഞാൻ വാളിയെന്നാണ് പറയാൻ പറ്റൂലല്ലോ. ഇപ്പം ടീച്ചറെ കാര്യം മനസ്സിലായല്ലോ, അതായിരുന്നു സംഭവം. അപ്പം ടീച്ചർ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ചോക്കവിടെ വെച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന് പോയി. ഞാൻ ഷോ ഇനിയിപ്പോൾ ടീച്ചറിന് നാളെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാം, അവരടുത്ത് എങ്ങനെ പറയും ഇതാണ് എൻ്റെ കോമഡി എന്ന്. അയ്യോ, അങ്ങനെയൊക്കെ പെട്ട അവസ്ഥയൊക്കെ ഉണ്ട്. പിന്നെ ഈ എല്ലാരും ഈ പാട്ട് മാറ്റി പാടുമല്ലോ, പക്ഷെ അതിനെന്തോന്ന് പറയണേ, നമ്മൾ പാരഡി പാട്ട്. എൻ്റെ എല്ലാ പാരഡി പാട്ടിലും ഒരു തീട്ടം കാണും. ഏത് പാട്ട് പാരഡിയിലോട്ട് പോയാലും അതിൽ ഞാൻ തീട്ടം ഒരു പാരഡി. ആലുവ പുഴയുടെ തീരത്ത് ആദ്യമായി തൂറാൻ തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. മതി ഇതൊക്കെ കേൾക്കുമ്പോ ഫർവാന് ശരിക്കും എന്താ തോന്നുന്നത് വീഡിയോസ് ഒക്കെ കാണുമ്പോ? അങ്ങനെ ബാഡ് ഒന്നും അടിക്കുന്നില്ല. ഇവനെ അറിയണ ക്ലോസ് ഫ്രണ്ട്സിന് അറിയാം ഇവൻ അതാണെന്ന്. നോർമൽ പറയുന്ന വേർഡല്ലാണ് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങായിമാര്. ഓൻ പറയും സ്മൃതിക്ക് പറ്റിയ ചെക്കനാണ് നീന്ന് പറയും. പക്ഷെ ഇവനിങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന അങ്ങനെ പറയൂല. അല്ലാതെ അറിയാം ആദ്യമൊക്കെ ഇങ്ങനെ ഒരു നാണക്കേടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെ പോയല്ലോ, മാനം പോയില്ലേ. ഇനി പറഞ്ഞിട്ട് പിടിച്ചിട്ട് എന്ത് കാര്യം, പറഞ്ഞു കഴിഞ്ഞ് കൊറേ സ്റ്റാൻഡേർഡ് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിട്ടുള്ള ഇന്റർകാസ്റ്റ് അല്ലേ? അപ്പൊ വീട്ടിൽ ഇതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തേ? ലവ് തുടങ്ങിയപ്പോ തന്നെ ഫർവാന്റെ വീട്ടിലും സ്മൃതിയുടെ വീട്ടിലും അറിയായിരുന്നോ ലവ്? എന്റെ മെയിൻ ഇൻസ്റ്റഗ്രാം കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക്. അതായത് കൊറേ എത്ര നമ്മൾ സ്റ്റാർട്ടിങ് ടൈം തന്നെ സ്റ്റോറി എല്ലാം കണ്ടിട്ട് ഞങ്ങൾ മണാലിയല്ലേ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈം ഞാൻ സ്റ്റോറി ഇട്ട്, അതായത് മണാലി പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷെ കുറെ ആൾക്കാർക്ക് അറിഞ്ഞിന് ഇതെല്ലാം കണ്ടിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. ഇപ്പൊ എത്ര ഒരു 3 വർഷമായില്ലേ? 3 വർഷമായിട്ട് ലിവിങ് ഉണ്ട്.
അപ്പോ ഫർവാന്റെ വീട്ടിൽ അറിയായിരുന്നോ? അറിയോ? എന്റെ ഉമ്മാക്കല്ലോ അങ്ങനെയല്ല, ഇവരവിടെ ഒരു ഫംഗ്ഷൻ പോലെ വെച്ചു, നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രം. നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ മാരീഡ് ആണ്, പേപ്പറിൽ വന്നില്ല എന്ന് മനസ്സിലായി. അല്ല അതപ്പൊ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തേ? വീട്ടുകാരെങ്ങനെ അക്സെപ്റ്റ് ചെയ്തേ? എന്റെ സൈഡ് ഒന്നും സീനില്ലല്ലോ, ഇവളെ സൈഡല്ലോ ഓക്കെ. എന്റെ സൈഡ് ഫാമിലി കുറച്ച് ഇഷ്യൂ ഉണ്ടായിന്. ഉമ്മാക്ക് ഓക്കെ, ഉമ്മാനോട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങേ പറഞ്ഞു ഇങ്ങനെ ലവ് ഉണ്ട്. ഉമ്മാക്ക് ആദ്യം അറിയും, ഉമ്മാനോടൊന്നും മറച്ചൊക്കെയല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെങ്ങന്മാർക്കെല്ലാം അറിഞ്ഞു. അപ്പൊ ആ ഒരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നോർമലായി. പിന്നെ നമ്മ ഇപ്പൊ അങ്ങോട്ട് നാട്ടിൽ പോവും. ഇപ്പൊ രണ്ട് ഫാമിലി ഓക്കെ ആണ്? ആ അല്ല ഓക്കെ. അപ്പൊ ഈ പ്രഗ്നൻസി അറിഞ്ഞപ്പോഴോ? ഇല്ല, എന്ത് സീനൊന്നും ഉണ്ടായില്ല. അങ്ങനെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പറയുന്ന ആള് പിന്നെ ബാക്ക് നിപ്പവും പറഞ്ഞോണ്ട് മൈൻഡ് ആരും പറയും. മുമ്പൊന്നും ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെ ആരും പറയില്ലല്ലോ. പക്ഷെ ഇവന്റെ അമ്മ ഭയങ്കര പാവമാണ്. ഇവൻ ഈ പിണങ്ങണ സമയത്തുണ്ടല്ലോ, ഇവന്റെ സൈക്കോളജിക്ക് മൂവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വയ്യാണ്ട് ഒന്നും കഴിക്കാണ്ട് കുഴഞ്ഞു വീഴും, ഉമ്മാനെ കൊണ്ട് ട്രിപ്പൊക്കെ ഇട്ട് കിടക്കും. അപ്പൊ ഇവന്റെ ഉമ്മ വിളിക്കും, ആവ മോളെ, എന്ത് മോളെ നീ എന്തായിനെ, നിങ്ങ എന്തിനിങ്ങനെ പണിഞ്ഞിട്ടല്ലോ നിക്കുന്ന, എന്തിനിങ്ങളെ? ഞാൻ പറഞ്ഞു ഓന് മുസ്ലിം അല്ലേ, ഇതൊന്നും ശരിയാതല്ല. ആബ മോളെ നീ ഓനോട് സംസാരിക്കും, ഓന് കയ്യാതെ കിടന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യ? ഉമ്മാനെ കൊണ്ട് സെന്റിമെന്റൽ അപ്രോച്ച് ആണല്ലേ? ഇവൻ അങ്ങനെ അങ്ങടെ അത് കേൾക്കുമ്പോഴേക്ക് കുട്ടി തളർന്നു പോവും, ഗ്ലൂക്കോസ് നഷ്ടപ്പെടും. ഇപ്പൊ പിന്നെ ഇപ്പൊ ഒരു 3 കൊല്ലായിട്ട് ഇല്ല. അതിന് ശേഷം അതിന് മുമ്പ് വലിയ ചാടുണ്ടായിന് ഓൾക്ക്. ഓൾക്കാണോ ചാട? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേണ്ട നിർത്താ. ഞാൻ അതുവരെ ഞാൻ പിടിച്ചു നിർത്തി. ഇപ്പൊ നേരെ ഉണ്ട്. സ്മൃതിയുടെ വീട്ടിലൊന്നും പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് തോന്നാനുള്ള കാര്യം? അവൾക്ക് സിംഗിളായി നടക്കാനൊരു തോന്നല്. സ്വാഭാവികം. ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വിചാരിക്കും. അതെ. എന്നിട്ട് അവന് പിന്നെ ഞാൻ അവന്റെ അടുത്ത് മാത്രമേ ഉണ്ടാകുമ്പോ അവിടെ അങ്ങനത്തെ ആ ക്ലീശ ഉണ്ട്. എന്റെ ഫോളോ ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? 10-13 പേരല്ലേ അതിന്റെ അകത്തുള്ളൂ. അതിന്റെ മെയിൻ റീസൺ അത് നിങ്ങൾ വിചാരിക്കും ആണുങ്ങളടുത്ത് സംസാരിക്കാൻ അങ്ങനെയല്ല, ആൺപിള്ളേരെക്കാട്ടി അവന് കുറെ പെണ്ണുങ്ങളൊന്നും ഇഷ്ടമല്ല. ചില ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചിലർ ഇപ്പൊ ഇങ്ങനെ പൈസ ചോദിച്ചു അങ്ങനെ ആ പെണ്ണിന്റെ അടുത്ത് നീ വിട്ടുണ്ടോ? അങ്ങനല്ല, എന്റെ ഒരു മൈൻഡ് വെച്ചാൽ ഫ്രീ ആയിട്ട് അതായത് നമ്മളൊരു ലൈഫായിട്ട് വേറെ ആൾക്കാരായിട്ട് കൊറേ കോണ്ടാക്ട് ഉണ്ട്. പൈസന്റെ കാര്യമായിട്ട് എന്താ ഇവന്റെ ഫോളോ ലിസ്റ്റ് കണ്ടിട്ടുണ്ടാ? പ്രശ്നമല്ല, എന്റെ കമന്റ് ബോക്സ് ഫുള്ളും നിന്റെ ചെക്കന്റെ ഫോളോ ലിസ്റ്റ് എന്താ ഗേൾസ് ഹോസ്റ്റലാണോ? അത് സ്മൃതിക്ക് പൊസസീവ് അങ്ങനെയൊന്നുമില്ലേ? അങ്ങനെ മൈൻഡ് ആക്കല്ലോ. മീൻസ് ഇവൻ ചാറ്റ് ആക്കുമ്പോ കോഴിയാണെങ്കിലും പേഴ്സണാലിറ്റി വഴി കോഴിയല്ല. അല്ല, മീൻസ് പെമ്പിള്ളേര് അങ്ങനെയല്ല. ഇവന്റെ ഗേൾസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവന്റെ അടുത്ത് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കും. വേറെ ബോയ്സിനെ പോലത്തെ അങ്ങനത്തെ ഒരു ആ ഒരു ആക്രാന്തം ഇല്ല. അത് ശരി, ആളൊരു മാന്യനാ. എനിക്കൊരു 1 year 2 year ആയിട്ട് അറിയാം. ആളൊരു മാന്യനാ. അങ്ങനെ ചാറ്റ് ആക്കുമ്പോ കോഴി ചാറ്റൊക്കെ വേണമെങ്കിൽ അടുത്തിരുന്നവരെ ചാറ്റാക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.